ആകാശവാണി വാർത്താവീക്ഷണം. ലോക കുരുവി ദിനവും പാരിസ്ഥിതിക ആശങ്കകളും. തയ്യാറാക്കിയത് CV ശ്രീജിത്ത്, മാധ്യമപ്രവർത്തകൻ. അവതരണം കരോൾ ത്രേസ്യാമ അബ്രഹാം. ഒരു സമൂഹത്തിന്റെ പാരിസ്ഥിതിക ബോധത്തെയും അവസ്ഥയെയും അടയാളപ്പെടുത്താൻ ചുറ്റുമുള്ള ജീവജാലങ്ങളുടെ നിലയും അവയുടെ സ്വാഭാവികമായ ആവാസ വ്യവസ്ഥയും സമഗ്രമായി വിലയിരുത്തിയാൽ മതി. മനുഷ്യൻ സാമൂഹ്യജീവിയായി പരിണമിക്കുന്നതിന്റെ ആദ്യഘട്ടം മുതൽ പ്രകൃതിയോടും അതിലെ സകല ജീവജാലങ്ങളോടും അടുത്തും അകന്നും സമരസപ്പെട്ടുമാണ് കഴിഞ്ഞത്. എന്നാൽ മനുഷ്യവികാസ ഘട്ടങ്ങളുടെ ഓരോ തലത്തിലും ചില പക്ഷിമൃഗാദികൾ അവനോടൊപ്പം ഒട്ടിനിന്നു. കൃഷിയും ഉപജീവനവും കണക്കാക്കി ഗോക്കളും നായാട്ടിനായി വേട്ടനായ്ക്കളും മനുഷ്യചരിത്രത്തിൽ പ്രാചീന കാലം മുതലുള്ള സഹജീവികളായിരുന്നു. സമാനമായി മനുഷ്യനുമായി ഇഴചേർന്ന് ജീവിച്ച ഒരു പക്ഷിയാണ് കുരുവി. വീട്ടുകുരുവിയെന്നും ചെമ്പകപ്പക്ഷിയെന്നും അറിയപ്പെടുന്ന കുരുവിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം 11,000 വർഷങ്ങൾക്കപ്പുറത്തേക്ക് നീളുന്നുവെന്നാണ് ശാസ്ത്രീയ പഠനങ്ങൾ കണ്ടെത്തിയത്. കൃഷിയുടെ ആരംഭകാലത്ത് തന്നെ കുരുവികൾ മനുഷ്യരോടൊപ്പം ഇടപഴകി ജീവിച്ചുവെന്നാണ് ഗവേഷകർ കണ്ടെത്തുന്നത്. അരി, ഗോതമ്പ്, മറ്റ് ചെറുധാന്യങ്ങൾ എന്നിവയാണ് ഈ ഇനം പക്ഷികളുടെ ഭക്ഷണശീലം. ഇത് മനുഷ്യരുമായുള്ള ദീർഘകാല ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. കുരുവികളുടെ ഉദ്ഭവം മധ്യധരണ്യാഴി മേഖലകളിലാണെന്ന് കരുതപ്പെടുന്നു. മനുഷ്യൻ നാഗരികതയിലേക്ക് പരിണമിച്ചതോടെ ഉണ്ടായ കുടിയേറ്റത്തിന്റെ ഭാഗമായി ഇവ യൂറോപ്പിലേക്കും പിന്നീട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും വ്യാപിക്കുകയായിരുന്നു. ഇന്ത്യയിലടക്കം പല രാജ്യങ്ങളിലും കുരുവികൾ എത്തിയത് മനുഷ്യന്റെ സഞ്ചാരപഥങ്ങൾ പിന്തുടർന്ന് തന്നെയാണെന്ന കണ്ടെത്തലാണ് ശാസ്ത്ര ഗവേഷകർ നൽകുന്നത്. ഒരു കാലത്ത് നാട്ടിൻപുറങ്ങളിലും നഗരപ്രാന്തങ്ങളിലും വീടുകളുടെയും താമസ കേന്ദ്രങ്ങളുടെയും പരിസരങ്ങളിൽ സാധാരണ കാഴ്ചയായിരുന്നു കുരുവികൾ. പുലർകാലങ്ങളിൽ വീട്ടുവരാന്തകളിലും കിണർവക്കിലും തൊടിയിലെ മാങ്കോമ്പിന്റെ മുകളിലും വള്ളിപ്പടർപ്പുകളിലും കളകള ശബ്ദം ചിലച്ചുകൊണ്ട് കണ്ണിനും കാതിനും കുളിർമ പകർന്ന കുരുവിക്കൂട്ടങ്ങൾ പക്ഷേ ഇന്ന് ഓർമ്മയായി മാറുകയാണ്. കഴിഞ്ഞ 2 ദശകങ്ങളായി കുരുവികളുടെ എണ്ണം അപകടകരമാം വിധം കുറയുകയാണെന്നാണ് പക്ഷി ഗവേഷകരും വനം പരിസ്ഥിതി മന്ത്രാലയവും പറയുന്നത്. ഇന്ന് അപകടാവസ്ഥയിലുള്ള പക്ഷിയിനങ്ങളുടെ പട്ടികയിൽ കുരുവികളും ഇടം പിടിച്ചിരിക്കുന്നു. വലിയ നഗരങ്ങളിൽ അതിവേഗം മാഞ്ഞുപോയ കുരുവികൾ ചെറിയ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ഇപ്പോൾ വളരെ അപൂർവമായി മാത്രമാണ് കാണാനാകുന്നത്. ഇന്ത്യയിൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കുരുവികളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. യൂറോപ്പിൽ ഉൾപ്പെടെ ഒരു കാലത്ത് സാധാരണമായിരുന്ന കുരുവികൾ ഇന്ന് നെതർലൻഡ്സ് പോലുള്ള രാജ്യങ്ങളിൽ വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷിയിനമായി കണക്കാക്കപ്പെടുന്നു. ലോകത്താകമാനം കുരുവികൾ പലവിധത്തിലുള്ള അതിജീവന പ്രശ്നങ്ങൾ നേരിടുന്നുവെന്നാണ് പഠന റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. കുരുവികളുടെ സ്വാഭാവിക നിലനിൽപ്പിന് ഭീഷണിയായ നിരവധി ഘടകങ്ങളാണ് കഴിഞ്ഞ കുറച്ചു കാലമായി ഉയർന്നുവരുന്നത്. പ്രകൃതിയുടെ മേൽ സംഭവിച്ച അടിസ്ഥാനപരമായ മാറ്റങ്ങളോ കടന്നുകയറ്റമോ കുരുവികളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥ പോലും ഭീഷണിയുടെ നിഴലിലാക്കി. പരിസ്ഥിതിക്കിണങ്ങാത്ത രീതിയിലുള്ള ആധുനിക കെട്ടിട നിർമ്മാണം വർദ്ധിച്ചതോടുകൂടി കുരുവികൾക്ക് അവയുടെ സ്വാഭാവിക താമസ കേന്ദ്രങ്ങൾ നഷ്ടമാവുകയായിരുന്നു. വീടിന്റെ മേൽക്കൂരയുടെ വിടവുകൾ, മര ഉരുപ്പടികളുടെ ഭാഗങ്ങൾ, പശുത്തൊഴുത്ത് തുടങ്ങിയ സ്ഥലങ്ങളിൽ യഥേഷ്ടം കൂടുകൂട്ടിയിരുന്ന കുരുവികൾ ഇവയുടെ അസാന്നിധ്യത്തിൽ മറ്റിടങ്ങൾ തേടി അലയേണ്ടി വരുന്നു. കോൺക്രീറ്റ് നിർമ്മിതികൾ അനുദിനം ഉയർന്നതോടെ കുരുവികൾക്ക് കൂട്ടത്തോടെ പലായനം ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇതോടൊപ്പം പാരിസ്ഥിതിക വെല്ലുവിളികളും കുരുവികളെ കടുത്ത അതിജീവന പ്രതിസന്ധിയിലാക്കി. കുടിവെള്ളക്ഷാമം, ശുദ്ധമായ വെള്ളത്തിന്റെ അഭാവം, മാലിന്യം, രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം കൂടിയത് തുടങ്ങിയ മനുഷ്യനിർമ്മിത കാരണങ്ങളാൽ കുരുവികളുടെ ആവാസ വ്യവസ്ഥ കടുത്ത വെല്ലുവിളി നേരിടുന്നു. ധാന്യങ്ങളും കൃഷിയിടത്തിൽ നിന്നും വീട്ടുപരിസരത്തു നിന്നും കൊത്തിപ്പെറുക്കുന്ന പുഴുക്കളും കീടങ്ങളുമായിരുന്നു കുരുവികളുടെ പ്രധാന ആഹാരം. കീടനാശിനികളുടെ അമിത പ്രയോഗം പ്രകൃതിയിലെ അനേകം ചെറുജീവജാലങ്ങളെ ഇല്ലാതാക്കിയതുപോലെ കുരുവികളുടെ ഭക്ഷണമായ കീടങ്ങളെയും തുടച്ചു നീക്കി. ഇതിനു പുറമെ അടുക്കളത്തോട്ടങ്ങളുടെ അഭാവവും പ്രകൃതി സൗഹൃദമായ പരിസരങ്ങളുടെ കുറവും കുരുവികളുടെ ജീവിതത്തെ സാരമായി ബാധിച്ചു. മനുഷ്യരുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളടക്കം കുരുവികളുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്നതായി മാറുകയായിരുന്നു. ഫലത്തിൽ വീട്ടുപരിസരത്തോ നാട്ടിൻപുറങ്ങളിലോ വയലേലകളിലോ നദീതീരങ്ങളിലോ കുരുവികൾക്കോ മറ്റു പക്ഷികൾക്കോ കൊത്തിപ്പെറുക്കാൻ ഒന്നും ലഭിക്കാത്ത സാഹചര്യമുണ്ടായി. ഇതോടെ കുരുവികൾ സുരക്ഷിത മേഖല തേടിപ്പോവുകയോ അതല്ലെങ്കിൽ പ്രത്യുത്പാദന ശേഷി കുറയുകയോ ചെയ്തു. കുരുവികളുടെ എണ്ണത്തിലുണ്ടായ കുറവ്
ഒരു ഒറ്റപ്പെട്ട സംഭവമായി കണക്കാക്കാനാകില്ല. പ്രകൃതിക്ക് മേലുള്ള അപകടകരമായ കയ്യേറ്റം നിയന്ത്രണാതീതമായി കൂടുകയും ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയെ തകിടം മറിക്കുകയും ചെയ്തതോടെ പല പക്ഷിമൃഗാദികളിലുമുണ്ടായ ജീവൽ ഭീഷണി ഒട്ടും കുറയാതെ കുരുവികളെയും ബാധിച്ചുവെന്നാണ് പക്ഷി പരിസ്ഥിതി ഗവേഷകർ കണക്കുകളും ശാസ്ത്രീയ ഗവേഷണ റിപ്പോർട്ടുകളും ചൂണ്ടിക്കാട്ടി സമർത്ഥിക്കുന്നത്. നഗരവത്കരണത്തിന്റെ, പാരിസ്ഥിതിക നാശത്തിന്റെ, ജീവിതശൈലി മാറ്റങ്ങളുടെ ആകെത്തുകയാണ് നമുക്ക് ചുറ്റുമുള്ള ജന്തുജാലങ്ങൾ നേരിടുന്ന കടുത്ത അതിജീവന ഭീഷണി. ശബ്ദമലിനീകരണം പക്ഷികളുടെ ആശയവിനിമയത്തെ ബാധിക്കുന്നുവെന്ന് നിരവധി പഠനങ്ങൾ വ്യക്തമാക്കിയതാണ്. വാഹനങ്ങളിൽ നിന്നുള്ള മലിനീകരണം മനുഷ്യനെ മാത്രമല്ല പക്ഷിമൃഗാദികളെയും തളർത്തുകയാണ്. സമൂഹത്തിന്റെ വികാസത്തിന് അനുഗുണമായ അടിസ്ഥാന സൗകര്യങ്ങളും അനുബന്ധ വികസനവും അത്യന്താപേക്ഷിതമാണ്. എന്നാൽ പ്രകൃതിയുടെ താളം തെറ്റിച്ചുള്ള ഏതൊരു അധികാര പ്രയോഗവും ദൂരവ്യാപക ഫലങ്ങൾ ഉളവാക്കുമെന്ന് ഇതിനകം അതിരൂക്ഷവും കാഠിന്യമേറിയതുമായ അനുഭവങ്ങളിലൂടെ തിരിച്ചറിഞ്ഞതാണ്. എന്നിട്ടും അപകടകരമായ രീതിയിലാണ് പ്രകൃതിയെ കൈകാര്യം ചെയ്യുന്നത്. അത്തരം വരുംവരായികകൾ നോക്കാതെയുള്ള കടന്നുകയറ്റം മനുഷ്യരെ മാത്രമല്ല, അവരോടൊപ്പം ഈ പ്രകൃതിയുടെ അവകാശികളായ പക്ഷിമൃഗാദികളെയും കടുത്ത ജീവൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയാണെന്ന യാഥാർത്ഥ്യം ഇനിയും കണ്ടില്ലെന്ന് നടിക്കാനാകില്ല. മനുഷ്യനോടൊപ്പം ആയിരക്കണക്കിന് വർഷങ്ങളായി സഹവർത്തിത്വം പുലർത്തിയിരുന്ന കുരുവികൾ അതേ മനുഷ്യൻ സൃഷ്ടിച്ച പുതിയ ലോകത്തിന്റെ ആഘാതത്തിൽ പ്രകൃതിയിൽ നിന്ന് അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. കുരുവികളുടെ വംശനാശം സംഭവിക്കാതിരിക്കാൻ തുടർച്ചയായുള്ള സമീപനം ജനങ്ങളിൽ നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. പഴയകാലത്തെ ഭൗതിക സാഹചര്യം അതേപടി പുനരാവിഷ്കരിക്കാൻ സാധിക്കുകയില്ലെങ്കിലും ഗ്രാമനഗര വ്യത്യാസമില്ലാതെ പാരിസ്ഥിതിക അവബോധത്തോടെ പ്രകൃതിയോട് സംവദിക്കാൻ എല്ലാവർക്കും കഴിയും. പ്രകൃതി വിഭവങ്ങളുടെ ഉപഭോഗം കൃത്യവും നീതിപൂർവകവും സന്തുലിതവുമായാൽ തന്നെ എല്ലാ ജീവജാലങ്ങൾക്കുമുള്ള ജീവിത സാഹചര്യം സ്വാഭാവികമായും സൃഷ്ടിക്കപ്പെടും. ഇവിടെ കൃത്യമായ അവബോധം തന്നെയാണ് വേണ്ടത്. കാടും മലയും മഴയും പുഴയും മരവും നീലാകാശവും നമുക്ക് മാത്രമല്ലെന്നും വരും തലമുറയ്ക്കും ഒപ്പം പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണെന്ന ബോധമുണ്ടാകുന്നത് തന്നെ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആദ്യ വിജയമാണ്. പ്രകൃതി സൗഹൃദമായ കെട്ടിട നിർമ്മാണം, രാസവളങ്ങളുടെ നിയന്ത്രിത ഉപയോഗം, ഗ്രാമങ്ങളിലെ ഹരിതാഭ നിലനിർത്തുകയും നഗരങ്ങളിൽ പച്ചപ്പുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യൽ തുടങ്ങിയ ദൌത്യങ്ങൾ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ പൊതുസമൂഹത്തിനും പരിസ്ഥിതി പ്രകൃതി സ്നേഹികൾക്കും സന്നദ്ധ സംഘടനകൾക്കും വലിയ ഉത്തരവാദിത്തം നിറവേറ്റാൻ കഴിയും. പൊതുജന പങ്കാളിത്തത്തോടെ കുരുവി സംരക്ഷണം നടപ്പാക്കൽ, കുരുവികളുടെ ആവാസ വ്യവസ്ഥകൾ സംരക്ഷിക്കാനും പുനരാവിഷ്കരിക്കാനും ജനകീയ പങ്കാളിത്തത്തോടെയുള്ള കർമ്മ പദ്ധതികൾ നടപ്പിലാക്കൽ തുടങ്ങിയവ ഏറെ ഗുണഫലങ്ങൾ സമ്മാനിക്കും. സന്നദ്ധ സംഘടനകളുടെയും പരിസ്ഥിതി ക്ലബ്ബുകളുടെയും ആഭിമുഖ്യത്തിൽ വീടുകളിൽ കുരുവികൾക്കായി കൂട്ടുപെട്ടികൾ സ്ഥാപിക്കൽ, വെള്ളവും ധാന്യവും വയ്ക്കൽ, കുളങ്ങളും പച്ചപ്പടർപ്പുകളും ചെറുകാടുകളും സംരക്ഷിക്കൽ, കാവുകൾ സംരക്ഷിക്കൽ തുടങ്ങിയ വഴി കുരുവികളുടെ തിരിച്ചുവരവ് ഒരു പരിധിവരെ ഉറപ്പാക്കാനാകും. നഗരരൂപകൽപ്പനയിൽ പ്രകൃതി സൗഹൃദ സമീപനം ശക്തിപ്പെടുത്തുക, കൃഷിനയങ്ങളിൽ പരിസ്ഥിതി പരിഗണന ഉറപ്പാക്കുക, സംരക്ഷണ പ്രവർത്തനങ്ങൾ വ്യക്തിഗത തലത്തിൽ മാത്രം ഒതുക്കാതെ സമൂഹതലത്തിലേക്ക് വ്യാപിപ്പിക്കുക, ശാസ്ത്രീയ പഠനങ്ങളും ഡാറ്റ ശേഖരണവും ശക്തിപ്പെടുത്തുക തുടങ്ങിയ മാർഗങ്ങളിലൂടെയും കുരുവികളുടെ സുസ്ഥിരമായ വളർച്ച ഉറപ്പാക്കാൻ കഴിയും. വർഷം തോറും മാർച്ച് 20-നാണ് ലോക കുരുവി ദിനം ആഘോഷിക്കുന്നത്. കുരുവികളുടെ എണ്ണം കുറയുന്നതിനെക്കുറിച്ചും അവയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അവബോധം വളർത്തുന്നതിനാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. 2010-ലാണ് ആദ്യമായി ലോക കുരുവി ദിനം ആഘോഷിച്ചു തുടങ്ങിയത്. നേച്ചർ ഫോർ അവർ സൊസൈറ്റി ഓഫ് ഇന്ത്യയും ഫ്രാൻസിലെ ഇക്കോസിസ് ആക്ഷൻ ഫൗണ്ടേഷനും ചേർന്നാണ് ലോക കുരുവി ദിനം എന്ന ആശയം മുന്നോട്ട് വെച്ചത്. വീട്ടുകുരുവികളുടെ സംരക്ഷണം, പരിപാലനം എന്നിവ പ്രചരിപ്പിക്കുക എന്ന ആശയത്തോടെയാണ് ഇരു സംഘടനകളും ലോക കുരുവി ദിനം ആചരിക്കുന്നത്. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.